ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഉണ്ട് കിണറിന്ന് ഒരു പൂച്ചേൻ്റെ ശബ്ദം കേൾക്കുന്നത്. വളരെ ചെറുതായിട്ടുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് അതിനെ രക്ഷപ്പെടുത്താമെന്ന് നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് പറഞ്ഞ് അവരത് ചെയ്യില്ല എന്ന് പറഞ്ഞ്. അപ്പം പിന്നെ നമ്മൾ വിചാരിച്ചൊക്കെ നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ട്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പപ്പ ഒരു പൊട്ടിയ കൂട കെട്ടുന്ന തിരക്കിലാണ്. ഫയർഫോഴ്സ് എന്തായാലും വേറൊരു ആൾക്കാരെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരെ വിളിച്ചപ്പോൾ അവർ മേലെ ചൊവ്വയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ദൂരെ ഇവിടുന്ന്. അവർ വേറെ ആൾക്കാരെ കിട്ടുമോ നോക്കിയിട്ട് നമ്പർ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ വെച്ചിട്ട് പോയി. നമ്മളാൽ കഴിയുന്ന പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. നമ്മൾ പൂച്ചേനെ ആകർഷിക്കാൻ അതിനകത്തൊരു ഉണക്ക മീനിൻ്റെ തലയൊക്കെ വെച്ചിട്ടാണ് താഴോട്ടേക്ക് ഇറക്കുന്നത്. പക്ഷെ കുറേ നേരം നമ്മൾ മ്യാവെന്ന് വിളിച്ചിട്ടൊന്നും അത് പുറത്തേക്ക് വന്നിട്ടില്ല. സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ എന്തായാലും നമ്മൾ കൂട്ട ഇറക്കാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ അതിലേക്ക് കയറും. 2 ദിവസമായി നമ്മൾ ഈ കൂട്ട വെച്ചിട്ട്. ഇപ്പം നമ്മളത് ആ കൂട്ടേൻ്റെ അടുത്തേക്ക് പൂച്ച വന്ന് നിൽക്കുന്ന കാണുന്നുണ്ട്. കിണറിലെ വെള്ളം കുടിച്ചിട്ടാണ് തോന്നുന്നത് ജീവിക്കുന്നത്. എന്തായാലും കൂട്ടായിട്ടുള്ള ഉണക്കത് തിന്നിട്ടൊന്നുമില്ല. അതിങ്ങനെ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നമ്മളെന്തായാലും അതിനെ കയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പുള്ളിക്കാർ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. കാരണം കൊച്ചാണേ. 2-3 ദിവസമായി നമ്മൾ ഇതിനെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തണ്ടേന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇടിഞ്ഞ കിണറായതുകൊണ്ട് നമുക്ക് ഒരാൾ ഇറങ്ങാനും പറ്റില്ല. കാരണം യൂസ് ചെയ്യാത്ത കിണറാണ്. അല്ല, അന്ന് അന്ന് ഈ മടേന്റെ അടുത്ത് വരെ വെള്ളം വന്നിട്ടില്ല അല്ലേ രാജുലമ്മ? അന്ന് ആ മടയെല്ലാം ഇതായിരുന്നു. ഇപ്പൊ കുറച്ച് അങ്ങോട്ടേക്ക് വെള്ളം കേറിയിട്ടുണ്ട്. കേറടാ കേറ്. അല്ലാണ്ട് ഇത്രയും ദിവസം അത് ജീവിക്കുവോ? പിന്നെ ആഹാരമില്ല വെള്ളമില്ലാണ്ട് ഒരാഴ്ചയിലധികമായി. പൊക്കിയിട്ട് അതിന്റെ ഉള്ളിൽ കുറച്ച് ബിസ്ക്കറ്റ്സ് ഇട്ടിട്ടല്ലോ. അതിന് എങ്ങനെയെങ്കിലും കേറാനാ നോക്കുന്നത്.